ഡീകോക്കിന്റെ തകർപ്പൻ ബാറ്റിംഗ് കണ്ടപ്പോൾ രാജസ്ഥാൻ ആരാധകർക്ക് വലിയൊരു നഷ്ടബോധം വേട്ടയാടിയിട്ടുണ്ടാകും. ക്രീസിൽ നിന്ന് കളിക്കാനും തകർത്തടിക്കാനും മികവുള്ള ഒരു വിദേശ ബാറ്റർ ടോപ്പ് ഓർഡറിൽ തങ്ങൾക്ക് ഇല്ലാതെ പോയല്ലോ എന്ന്. ആദ്യം ബാറ്റ് ചെയ്ത 151 റൺസിൽ ഒതുങ്ങിയ രാജസ്ഥാൻ റോയൽസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 8 വിക്കറ്റിന്റെ അനായാസ വിജയം സ്വന്തമാക്കിയപ്പോൾ അതിന് വഴിയൊരുക്കിയത് ഓപ്പണറായി എത്തി ക്രീസിൽ ഉറച്ചുനിന്ന വിക്കറ്റ് കീപ്പർ ക്വിന്റൺ ഡീകോക്കിന്റെ ഉജ്ജ്വല ഇന്നിംഗ്സ് ആണ്. അതും 61 പന്തിൽ 97 റൺസ്. മുൻ സീസണുകളിൽ ടീമിന്റെ കരുത്തായിരുന്ന ഇംഗ്ലണ്ട് താരം ജോസ് ബട്ട്ലറെ ഇത്തവണ ലേലത്തിന് മുൻപ് കൈവിട്ട രാജസ്ഥാൻ ആ ഒഴിവ് നികത്താത്തതിന് ഇന്നലെ വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത്. ഡീകോക്ക് ആയിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച്. സുനിൽ നരേന് പരിക്കേറ്റതോടെ ഓപ്പണിംഗിൽ ഡീകോക്ക് മോയിൻ അലി സഖ്യത്തെ പരീക്ഷിച്ച കൊൽക്കത്തയുടെ ചേസിംഗിന്റെ തുടക്കം സാവധാനത്തിലായിരുന്നു. മോയിൻ താളം കണ്ടെത്താൻ പാടുപെട്ടതോടെ പവർ പ്ലേയിൽ 40 റൺസ് മാത്രമാണ് അവർക്ക് നേടാനായത്. ആദ്യ 6 ഓവറിനിടെ 20 ഡോട്ട് ബോൾ നേരിടേണ്ടി വന്ന കൊൽക്കത്ത ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ പവർ പ്ലേ സ്കോറാണ് നേടിയിട്ടുള്ളത്. എന്നാൽ 7ാം ഓവറിൽ ക്യാപ്റ്റൻ അജിൻക്യ രഹാനെ എത്തിയതോടെ ഡീകോക്കിന്റെയും കൊൽക്കത്തയുടെയും സ്കോറിംഗിന്റെ വേഗവും കൂടി. 11ാം ഓവറിൽ രഹാനെ പുറത്താകുമ്പോൾ 59 പന്തിൽ 82 റൺസിലേക്ക് കൊൽക്കത്തയുടെ ലക്ഷ്യം ചുരുങ്ങുകയായിരുന്നു. രാജസ്ഥാൻ ബോളർമാരെ അടിച്ചു വരുത്തിയ ഡീകോക്ക് 15 പന്തുകൾ ബാക്കി നിൽക്കെ ടീമിന്റെ ജയം ഉറപ്പിക്കുകയായിരുന്നു. നേരത്തെ അലക്ഷ്യമായ ബാറ്റിംഗിലൂടെ മുൻനിര ബാറ്റർമാർ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയതാണ് രാജസ്ഥാന്റെ പ്രതീക്ഷകൾ തകർത്തത്. ഓപ്പണിംഗ് വിക്കറ്റിൽ 33 റൺസ് നേടിയാണ് യശസ്വി ജയ്സ്വാളും സഞ്ജു സാംസണും തുടക്കമിട്ടത്. എന്നാൽ 4ാം ഓവറിൽ വൈഭവ് അറോറയുടെ പന്തിൽ സഞ്ജു സാംസന്റെ ലെഗ് സ്റ്റംപ് തെറിക്കുകയായിരുന്നു. വരുൺ ചക്രവർത്തിയെ സിക്സർ പറത്താനുള്ള പരാഗിര ശ്രമം വിക്കറ്റ് കീപ്പർ ഡീകോക്കിന്റെ കയ്യിൽ ഒതുക്കുകയായിരുന്നു. തൊട്ടടുത്ത ഓവറിൽ മോയിൻ അലിയുടെ പന്തിൽ ലോങ് ഓണിൽ ക്യാച്ച് നൽകിയ ജയ്സ്വാളും മടങ്ങിയതോടെ രാജസ്ഥാന്റെ പ്രതീക്ഷകൾ മങ്ങി. ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 67 എന്ന നിലയിൽ നിന്ന രാജസ്ഥാന് 15 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ അടുത്ത 4 വിക്കറ്റുകൾ നഷ്ടമാവുകയും ചെയ്തു. വിക്കറ്റ് വീഴ്ചകൾക്കിടയിലും ധ്രുവ് ജുറേലിന്റെ ചെറുത്തുനിൽപ്പാണ് ടീം സ്കോർ 150 കടത്തിയത്.